ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ വാക്കുകളും അതിനോട് അനുബന്ധിച്ചുള്ള ആ വാക്കുകളിൽ വരുന്ന കൂട്ടക്ഷരവും നമുക്ക് പഠിക്കാം. ഓക്കെ, വായോ. സമയം കളയണ്ട, വേഗം ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ആദ്യം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, അതിന് ശേഷം മാത്രം ബുക്ക് എടുക്കുക, പെൻസിൽ എടുക്കുക, എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് ബുക്ക് എന്താ പറയാന് മലയാളത്തിൽ? ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം അല്ലേ? പുസ്തകം എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പുസ്തകം എങ്ങനെ എഴുതുന്നതെന്ന് കാണണ്ടേ? വായു നോക്കുക. എന്താണ്? എങ്ങനെ എഴുതണം? കണ്ട? ഈ ചന്ദ്രക്കല ഇവിടെ കൊടുക്കുന്നത്, ഈ ചന്ദ്രക്കല ഇല്ലെങ്കിൽ ഇതിനെങ്ങനെ വായിക്കും? സാ ത അങ്ങനെ വായിക്കുള്ളൂ. മനസ്സിലായോ? സാ ത അങ്ങനെയാണ് വായിക്കുള്ളൂ. അപ്പൊ ചന്ദ്രക്കല ഉള്ളപ്പോ എങ്ങനെ വായിക്കും? അല്ലേ? അപ്പൊ അത് കൂട്ടക്ഷരമായി. കണ്ടോ? മനസ്സിലായോ? ചന്ദ്രക്കല ഉള്ളപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സാ ത വെറുതെ അങ്ങനെ വായിക്കാൻ പറ്റും. അപ്പൊ പുസ്തകം അങ്ങനെ വായിക്കുള്ളൂ. ചന്ദ്രക്കല ഇവിടെ കൊടുക്കണം. അപ്പൊ എന്താവും? സ് അല്ലേ? സ്. അപ്പൊ സ എന്ന് പറയുന്നതാണോ സ് എന്ന് പറയുന്നതാണോ കംപ്ലീറ്റ് ആയിട്ടുള്ള സൗണ്ട്? സ് അങ്ങനെ വല്ല കംപ്ലീറ്റ് ആയിട്ട് പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. സ എന്ന് പറയുമ്പോ അത് കംപ്ലീറ്റ് ആണ് അല്ലേ? അപ്പൊ നോക്കിയേ, ഈ ത ഇപ്പുറത്ത് വന്നു കഴിയുമ്പോ എന്താണ്? ഈ ചന്ദ്രക്കല ഇവിടെ ഇട്ട് ത ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇതൊരു കൂട്ടക്ഷരമായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ, ഈ ചന്ദ്രക്കല ഇല്ലെങ്കിൽ എന്താ? ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള രണ്ട് അക്ഷരങ്ങളാണ്. മനസ്സിലായോ? ഇത് കൂട്ടക്ഷരമാകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ചന്ദ്രക്കല. മനസ്സിലായോ? അപ്പോഴാണ് സ് ത അങ്ങനെ വരുള്ളൂ. ഇതാണ് കൂട്ടക്ഷരം സ്ത. മനസ്സിലായോ? ഇത് ഇനി വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ചന്ദ്രക്കല ഇല്ലാതെ എഴുതാം. ഇങ്ങനെ കണ്ടാ? സ്ത കണ്ടാ? ഇങ്ങനെ എഴുതുമ്പോ ചന്ദ്രക്കല ആവശ്യമില്ല. ശ്രദ്ധിച്ചിരിക്കണം. നോക്കിയേ, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മള് ഇങ്ങനെ എഴുതുമ്പോഴാണ് ഇവിടെ ചന്ദ്രക്കല ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഇതിപ്പോ സ്ത അങ്ങനെയാണ് വായിക്കുന്നത്. ഇത് തന്നെ, ഈ കൂട്ടക്ഷരം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? ഇങ്ങനെ കണ്ടാ? ഇങ്ങനെ എഴുതാം. ഇതും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്ത അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ എഴുതുമ്പോഴാണ് നേരെ അല്ലെ? കറക്റ്റ് നേരെ എഴുതുമ്പോഴാണ് നമുക്ക് ചന്ദ്രക്കല ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങനെ മേലെയും താഴെയുമായിട്ട് എഴുതുമ്പോൾ ചന്ദ്രക്കല ആവശ്യമില്ല. മനസ്സിലായോ? പക്ഷെ ഇത് പറയുന്നത് സ്ത, ഇതും പറയുന്നത് സ്ത. മനസ്സിലായോ? ഇവിടെ ചന്ദ്രക്കല ഇല്ലാത്തത് കൊണ്ട് സാ താന്ന് പറയില്ല. സായുടെ താഴെയാണ് ത വന്നിരിക്കുന്നത്, അതുകൊണ്ട് സ്ത എന്ന് പറയും. ഇങ്ങനെ എഴുതുമ്പോ ചന്ദ്രക്കല ഇതുണ്ടാവും. ഇങ്ങനെ എഴുതുമ്പോ ഈ ചന്ദ്രക്കല വേണ്ട. കണ്ടോ? ഇങ്ങനെ എഴുതുമ്പോഴാണ്, നേരെ എഴുതുമ്പോഴാണ് നമുക്ക് ചന്ദ്രക്കലയുടെ ആവശ്യം. കിട്ടിയാ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കൂട്ടക്ഷരം സ്ത, സായും തായും ചേർന്നിട്ടുള്ളത് അല്ലെ? സ്ത. അപ്പൊ നോക്കിയേ, സ്ത എന്താണ്? കം. എന്താണത്? പുസ്തകം. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്ക്, പുസ്തകം. അടുത്തത് പഠിച്ചാലോ? അപ്പൊ ഒന്നാമത്തെ വാക്ക് നമ്മളിന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം സ്ത. കണ്ടാ? ഇത് ഒരു മിനിറ്റ്. സ്ത കണ്ടാ? ഇങ്ങനെയും എഴുതാം. കൂടാതെ എങ്ങനെ എഴുതാം?
ഇങ്ങനെയും എഴുതാം. കണ്ടാ, എങ്ങനെയാണെങ്കിലും സ്ത അങ്ങനെ തന്നെയാണ് പറയുന്നത്, വായിക്കുന്നത്. നമുക്കിനി ഉദാഹരണം എഴുതാം. ഒരെണ്ണം നമ്മൾ പഠിച്ചു, പുസ്തകം അല്ലെ, ടെക്സ്റ്റ് ബുക്ക്. രണ്ടാമത്തത് വേറൊരു വാക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. സ്ത ഉ എന്താണ്? സ്തു തി. അപ്പൊ എന്താ? സ്തുതി. സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ചെയ്യുക അല്ലെ, ദൈവത്തെ പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ പ്രൈസ് ദ ലോർഡ്. ഉണ്ടോ? ദൈവത്തെ, ഈശ്വരനെ സ്തുതിക്കുക, അതാണ് സ്തുതി, പ്രൈസ്, പ്രൈസ് ചെയ്യുക. ഓക്കെ, അടുത്തത് വാ സ്തു. വസ്തു ത. എന്താണ്? വസ്തുത. എന്താണ് വസ്തുത? സത്യം. നമ്മൾ പറയില്ലേ ട്രൂത്ത് അല്ലെ, ട്രൂ ആയിട്ടുള്ളൊരു കാര്യം, ശരിയായിട്ടുള്ളൊരു കാര്യം. വസ്തുത, സത്യം. മനസ്സിലായോ? വസ്തുത, യാഥാർത്ഥ്യം. മനസ്സിലായോ? വസ്തുത. അടുത്തത് നാലാമത്തെ, നമുക്ക് എളുപ്പമാണ്, ഇത് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇത് എളുപ്പമാണ്. വസ്തു. വസ്തു എന്താണ്? ഒരു സാധനം അല്ലെ, എന്തെങ്കിലും ഒരു സാധനം, അതാണ് വസ്തു. ഓക്കെ. 5 ആ അസ്ത മ യം. എന്താണ്? അസ്തമയം. എന്താണ് അസ്തമയം? അസ്തമയം എന്ന് പറഞ്ഞാൽ എന്താ? സൺസെറ്റ്. എന്താണ്? സൺസെറ്റ്, സൂര്യാസ്തമയം അല്ലെ, സൺറൈസും സൺസെറ്റും അല്ലെ. അപ്പൊ സൺസെറ്റ് ആണ് അസ്തമയം. നോക്കിയേ, പുസ്തകം, സ്തുതി, വസ്തുത, വസ്തു, അസ്തമയം. കണ്ടോ? അപ്പോ നമ്മളിന്ന് പഠിച്ചത് സ്ത എന്ന് പറയുന്ന കൂട്ടക്ഷരമാണ്. അത് നേരെ എഴുതുമ്പോൾ ചന്ദ്രക്കല ആവശ്യമാണ്. സ്ത എന്ന് പറയുന്നു. ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മേലെ താഴെയായിട്ട് എഴുതുന്നു. പറയുന്നത് സ്ത എന്ന് തന്നെയാണ്. അപ്പോ ഇങ്ങനെ എഴുതുമ്പോ നമുക്കിവിടെ ചന്ദ്രക്കല ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, പുതിയ കൂട്ടക്ഷരം പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചു. മറക്കരുത്, സ്റ്റോറി ബുക്കുകളൊക്കെ വായിക്കുക, ന്യൂസ് പേപ്പർ മലയാളം വായിക്കാൻ പറ്റുന്നതിൻ്റെ വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.